യാഗമായി സ്വന്തം ജീവനെ തന്നതിനാ. ഞാൻ സങ്കേതമായി എന്റെ കൂടെയുണ്ട്, അവൻ മാത്രമൻ നല്ലിടയൻ. തിരുക്കരങ്ങളാൽ അനുദിനം നടത്തുകയാ, കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിൽ നിന്ന് അല്പസമയം ചിന്തിക്കാം. കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കുവാനുള്ളത് മൂർത്തമായ യാഥാർത്ഥ്യം എന്നുള്ളതാണ്. 2 പത്രോസ് 3:13 ഇപ്രകാരം പറയുന്നു: എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. 1945 ജപ്പാനിൽ വർഷിച്ച അണുബോംബുകളുടെ ആ അവസ്ഥ പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടി ജപ്പാനിൽ തന്നെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഈ അടുത്തിടെ വിർച്വൽ റിയാലിറ്റി എന്നുള്ളതായ ആ സാങ്കേതിക സംരംഭം ഉപയോഗിച്ച് അന്ന് നടന്നതായ ആ സംഭവം അതേപടി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ കണ്ടത് ആ നടന്നു പോകുന്നതായ അന്തരീക്ഷത്തിൽ ആകാശത്ത് നിന്ന് അണുബോംബ് വീഴുകയും അതേ തുടർന്ന് അവിടെ നടന്നതായ ആ സ്ഫോടനങ്ങൾ, ആ ദുരന്തങ്ങളൊക്കെയും അവർ പുനഃസൃഷ്ടിച്ചു. എങ്കിലും അത് വളരെ ഭീകരമായ അവസ്ഥയായിരുന്നു. എങ്കിലും അതിൽ പല കാര്യങ്ങളും ആധുനിക സാങ്കേതിക വിദ്യ വന്നതിനാൽ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരു അല്പം വ്യത്യാസപ്പെട്ടിരുന്നു. ഇന്ന് ക്രൈസ്തവരായിരിക്കുന്ന ഏതൊരു വ്യക്തിയും ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതായ ഒരു കാര്യമാണ് സ്വർഗം എന്നുള്ളത്. ആ സ്വർഗത്തെപ്പറ്റി പല മാധ്യമങ്ങളിൽ കൂടെ അല്ലെങ്കിൽ പല ലേഖനങ്ങൾ കൂടിയൊക്കെയും സ്വർഗത്തെ ചിത്രീകരിക്കുന്നത് യഥാർത്ഥത്തിലുള്ളത് സ്വർഗത്തിൽ നിന്നും വളരെ വിഭിന്നമായിട്ടാണ്. ഇവിടെ ആയിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഭൂമിയിലായിരിക്കുന്ന ഓരോ ക്രൈസ്തവനും സ്വർഗത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവനിലേക്ക് ഓടിയെത്തുന്നത് ഇന്ന് ഈ ആധുനിക ലോകത്ത് ചിത്രീകരിക്കപ്പെടുന്നതായ ആ സ്വർഗത്തിൻ്റെ അവസ്ഥയെപ്പറ്റിയാണ്. തേനും പാലും ഒഴുകുന്ന അല്ലെങ്കിൽ ധാരാളം വെള്ളച്ചാട്ടങ്ങളും വളരെയധികം പൂന്തോട്ടങ്ങളും നിറഞ്ഞതായ ഒരവസ്ഥ ഉള്ളതായ സ്വർഗം, AC റൂമുകളുള്ളതായ സ്വർഗം, രാവിലെ കോട്ടും ടൈയും ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്നതായ അവസ്ഥയിലുള്ളതായ സ്വർഗം നമ്മളെ പറ്റി ആണ് കൂടുതലും ആൾക്കാർ ചിന്തിക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ തിരുവചനത്തിൽ പറയുന്നത് എപ്രകാരമാണ്? ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ദൈവം സൃഷ്ടിപ്പിൻ്റെ സമയത്ത് തന്നെ ആ സ്വർഗത്തിൻ്റെ അവസ്ഥ സൃഷ്ടിച്ചിരുന്നു. ആദിമ മാതാപിതാക്കളായ ആദത്തിനും ഹവ്വായ്ക്കും പാർക്കുവാനായിട്ട് കൊടുത്തതായ ആ ഇടം സ്വർഗത്തിൻ്റെ തന്നതായ ഒരു അനുഭവമായിരുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട, അവിടെ പാപം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പാപം മൂലമുള്ളതായ കേടുപാടുകൾ തന്നെ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ആയിരുന്ന അവസ്ഥയിൽ യഥാർത്ഥ മരങ്ങൾ, പുല്ല്, മൃഗങ്ങൾ, മത്സ്യം, പക്ഷികൾ, വെള്ളം, ആകാശം എല്ലാം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പാപത്തിന് ശേഷം അവരെ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ്റെ ചിന്തയ്ക്ക് അനുസരിച്ചുള്ളതായ ആ സ്വർഗ സൃഷ്ടി കടന്നു വന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, പാപം ഇല്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ പാപത്തിന് മുൻപ് ഏദൻ തോട്ടം എപ്രകാരമായിരുന്നു അതേ അവസ്ഥയിലുള്ളതായ ആ ഒരു സ്വർഗത്തിൻ്റെ അവസ്ഥയായിരിക്കും ഇനിയും ഉണ്ടാകുവാൻ പോകുന്നത്. 2 പത്രോസ് 3:10 ഇപ്രകാരം പറയുന്നു: മൂലപദാർത്ഥങ്ങൾ കത്തിയെരിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും. അപ്പോൾ ഈ ഭൂമിയെ ദൈവം വീണ്ടും പുതുമയുള്ളതാകും. പാപം ഇല്ലാതിരിക്കുമ്പോൾ പുതുമയുള്ള ഒരു ഭൂമിയുടെ അവസ്ഥ, പുതുമയുള്ള ഒരു ഭൂമിയായിരിക്കും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് എന്നേക്കും ആസ്വദിക്കുവാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യവുമായിരിക്കും. ഈ യാഥാർത്ഥ്യത്തിലുള്ള അല്ലെങ്കിൽ ഈ രീതിയിലുള്ളതായ ഒരു സ്വർഗീയ വാസമാണ് നമ്മൾക്കായി സർവശക്തനായ ദൈവം ഒരുക്കിയിരിക്കുന്നത്. മാധ്യമങ്ങളിൽ ചിത്രീകരിക്കുന്നത് പോലെ, കഥകളിൽ ചിത്രീകരിക്കുന്നത് പോലെയുള്ളതായ ഒരു സ്വർഗമല്ല, മറിച്ച് പാപരഹിതമായ അവസ്ഥയുള്ളതായ ഒരു ജീവിതം.
ആ ഒരു ജീവിതത്തിനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുമാറാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മൾ ലേവലിൽ ഉണ്ടാകുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സർവചരാചരങ്ങളുടെ സൃഷ്ടികർത്താവും പരിപാലകനുമായ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. ഈ മനോഹരമായ പ്രഭാതത്തിൽ അടിയങ്ങൾക്ക് സ്വർഗത്തെപ്പറ്റി ചിന്തിക്കുവാനായിട്ട് അങ്ങ് നൽകിയ ഈ ചിന്തയ്ക്ക് നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, അടിയങ്ങൾ കേട്ടറിഞ്ഞതുപോലെയുള്ളതായ ഒരു സ്വർഗമല്ല, പാപരഹിതമായ ഒരു അവസ്ഥയുള്ള സ്വർഗമാണ് എന്ന് അടിയങ്ങൾ മനസ്സിലാക്കുന്നു. അതിനായി സ്തോത്രം. അതിനായിട്ട് അടിയങ്ങളെ ഓരോരുത്തരെയും അവിടെ ഒരുക്കുമാറാക്കണമെന്ന് യാചിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു